അയോധ്യയിൽ ശ്രീരാമ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത പുണ്യതീർത്ഥം കേരളത്തിലെ വീടുകളിലേക്കും എത്തുന്നു. കൊല്ലം മഹാനഗരത്തിലെ 17 കേന്ദ്രങ്ങളിലേക്കുള്ള തീർത്ഥം പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും വിതരണം ചെയ്തു. വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് അയോധ്യയിൽ ശ്രീരാമ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത പുണ്യതീർത്ഥം വിശ്വാസികളുടെ ഭവനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിൽ മൊത്തം വിതരണം ചെയ്യാനുള്ള തീർത്ഥം അയോധ്യയിൽ നിന്നും എറണാകുളം പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ് ആദ്യം എത്തിച്ചത്. ശേഷം ജില്ലാടിസ്ഥാനത്തിൽ വിതരണം ചെയ്തു. കൊല്ലം നഗരത്തിലെ 17 കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള തീർത്ഥം പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നുമാണ് വിതരണം ചെയ്തത്. മഹാനഗരത്തിലെ 17 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഹിന്ദു സമ്മേളനങ്ങളിൽ വെച്ചായിരിക്കും ഈ തീർത്ഥം ഭക്തരിലേക്ക് എത്തുക. വിശ്വഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയിലൊട്ടാകെ എല്ലാ ഭവനങ്ങളിലും നമ്മൾ അക്ഷതം എത്തിച്ചു കഴിഞ്ഞു. അതിൻ്റെ പിന്നോടിയായിട്ട് ഇപ്പം തീർത്ഥം, അതായത് അയോധ്യ ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന തീർത്ഥം ഞങ്ങളുടെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഹെഡ്ക്വാർട്ടറായ പാവക്കുളത്ത് അമ്പലത്തിൽ നിന്നും പൂജിച്ച് ഓരോ ജില്ലകളിലും അയക്കുകയും ആ ജില്ലകളിൽ കൊല്ലം ജില്ലയിലെ പുതിയ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഇനി ഇവിടുന്ന് കൊല്ലം ജില്ലയിലെ 17 സ്ഥലങ്ങളിൽ ഒരു ഹിന്ദു സംഗമം നടത്തി അതിലൂടെ ഈ തീർത്ഥം ഓരോ ഭവനങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഈ നടക്കുന്നത്. കൊല്ലം മഹാനഗരത്തിൽ മാത്രം ഏതാണ്ട് 50,000 വീടുകളിലേക്കാണ് അയോധ്യയിൽ നിന്നുള്ള തീർത്ഥം വിതരണം ചെയ്യുക. പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് നടന്ന അക്ഷത വിതരണത്തിന്റെ തുടർച്ചയായാണ് രാമവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത തീർത്ഥവും വീടുകളിലേക്ക് എത്തുന്നത്. ജനം, കൊല്ലം.